ഉപാധ്യക്ഷനായി ദീർഘകാലം പ്രവർത്തിച്ചു. ഇന്ന് മൂവാറ്റുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാൻ അദ്ദേഹത്തിൻ്റെ അനുജൻ കൂടിയാണ്. അങ്ങനെ മുസ്ലിം ലീഗ് പാർട്ടിക്ക് വേണ്ടി ധാരാളം സംഭാവനകൾ നൽകി ആ പ്രദേശത്ത് കഴിഞ്ഞ കോവിഡ് കാലഘട്ടങ്ങളിലെല്ലാം ഒരു മനുഷ്യന്റെ വീട് പോലും വിശപ്പോ ദാഹമോ അറിയാതെ അദ്ദേഹം ലോഡ് കണക്കി മറ്റ് ഈ ചടങ്ങിൽ ഈ ഉപഹാരം സമർപ്പിക്കാനുണ്ട്. അതിന് അവരെ ക്ഷണിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ കോതമംഗലം നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി പുണ്യഭാവ സാഹിബിനെ കൂടി ഞാൻ ക്ഷണിക്കുന്നു. അലിയാർ പൂനപ്പറമ്പിൽ കമ്പനിപ്പടി സ്വദേശിയാണ് ഇദ്ദേഹം. നിങ്ങളെ ഒന്നുകൂടി ഒന്ന് കൺകുളർക്കെ കാണാം കേട്ടോ. മുസ്ലിം ലീഗിന്റെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണ്. മീറ്ററിൽ സംസ്ഥാനത്തെ വേഗരാജാവായി തിരഞ്ഞെടുക്കപ്പെട്ട അൻസാർ അഷ്റഫിനെ മൊമെന്റ് കൊടുത്ത് ആദരിക്കുന്നു. നമ്മുടെ കോളേജ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഇന്ദിരാഗാന്ധി കോളേജിൽ നിന്ന് ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ ജയിച്ച ഷഹീദ് കെ എറണാകുളം ജില്ലാ അധ്യക്ഷൻ ഇബ്രാഹിം കവല അവരെ ക്ഷണിക്കുന്നു. എം ജി യൂണിവേഴ്സിറ്റി കോളേജ് ഇലക്ഷനിൽ തന്നെ മൂവാറ്റുപുഴ പഴക്കാപ്പള്ളി ഗാന്ധിയ കോളേജിന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട മേഖല ശാഖയുടെ കൂടിയായ എറണാകുളം ജില്ലാ സെക്രട്ടറി സുബൈർ മഹമ്മദിയെ ഉപഹാരം സമർപ്പിക്കാൻ ചെയ്തു. യോഗാധ്യക്ഷൻ ശംസുദ്ദീൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ ടീം പ്രസിഡന്റ് ഇബ്രാഹിം കവല, സെക്രട്ടറി സുബൈർ റോണപ്പള്ളി, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഇക്ബാൽ, സെക്രട്ടറി കുഞ്ഞുമാവ, വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കളെ, സുഹൃത്തുക്കളെ, ഇപ്പോൾ സമയം 7 മൈനസ്കാരം കഴിഞ്ഞ് സുന്നത്തെല്ലാം സ്ഥിതി ചെയ്യുമ്പോൾ ഒരു 6:40 സമയമാവും. പിന്നെ യോഗം തുടങ്ങാൻ നമ്മൾ 6 മണിക്ക് യോഗം വിളിച്ചു. 7 മണിയൊക്കെയാണോ നമസ്കരിക്കല്ലേ? അപ്പൊ 7 മണിക്ക് മുസ്ലിം സംബന്ധിച്ച യോഗത്തിൽ പ്രകടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രസിഡന്റ് വല്ലാതെ വിഷമപ്പെട്ടു.
പാരമ്പര്യമുള്ള ആളാണ്. ഒരു പഞ്ചായത്ത് കമ്മിറ്റി യോഗം കൺവെൻഷൻ ഇതിൽ നന്നായിട്ടൊന്നും നടത്തില്ല. ഒന്നാമത് വൈകിട്ടായി വീട്ടിൽ സമയമുണ്ട്. നല്ല യോഗമാണ്. അതിന് ഞാൻ ആദ്യമായി ഈ യോഗം സംഘടിപ്പിക്കാൻ ഈ വെള്ളിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയെ അഭിവാദനം ചെയ്യുകയാണ്. പിന്നെ സംശയമൊന്നറിയാമോ, അല്പം വീര്യം കൂടുതലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് ഞാനില്ല എന്നൊക്കെ പറഞ്ഞത്. അന്നേരത്തേക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ പരിപാടി വിഷമം എന്ന് കഴിഞ്ഞാൽ എനിക്ക് പ്രയാസമുണ്ട്. നമ്മളിട്ട കസേര മടക്കി വയ്ക്കുന്നതുകൊണ്ട് ഒരു ജില്ലാ കൺവെൻഷൻ നടത്തുന്നതിന് കസേരയില്ല. ജില്ലാ കൺവെൻഷൻ കസേരയിട്ടിട്ട് അതിന് നടത്താവുന്നതല്ല. അതുകൊണ്ട് ശബ്ദം ബുദ്ധിമുട്ടിയേക്ക് ഈ അഭിമാനിക്കാം. പിന്നെ എല്ലാവരും കമ്മിറ്റിയിലുള്ള എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിച്ചതിന്റെ പേരിലാണ് ഈ യോഗ ഇത്രമാത്രം നന്നായത്. പിന്നെ മുസ്ലിം ലീഗ് പാർട്ടിയാണ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഒരു തീരുമാനം. അത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട് പാർട്ടിയെ സ്നേഹിക്കുന്നത് അത് അംഗീകരിക്കണം. അല്ലാതെ യോഗം നടത്തുമ്പോൾ അവിടെ വന്നിട്ട് ബഹളമുണ്ടാക്കി പൊടി വയ്ക്കാൻ നല്ല ഭൂഷണമല്ല. അത് ആരും ചെയ്താൽ തന്നെ അത് നല്ലതല്ല എന്ന് പറയാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നടത്തുന്ന യോഗം നല്ല രീതിയിൽ സമാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കമ്മിറ്റിയെ ഞാൻ ഒന്നുകൂടെ അഭിവാദം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുഖ്യ പ്രഭാഷണത്തിന് ജില്ലാ സെക്രട്ടറി സുധാകരനുണ്ട്. മുസ്ലിം ലീഗിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം സാഹിബ്, പല്ലാരിമംഗലം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കോതമംഗലത്തെ മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യമായാണ് മുസ്ലിം ലീഗ് പാർട്ടി. അത് എത്രത്തോളം ഈ പാർട്ടിക്ക് ഇപ്പോ ഈ യോഗം ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഇബ്രാഹിം സാഹിബിന്റെ ഒരു വലിയൊരു പ്രയത്നം കൂടി ഇതിന് പിന്നിലുള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ കാലം തെറ്റി ഒരു മഴ പെയ്തു. ആ മഴ കൃഷികളെ നശിപ്പിക്കുന്നു എന്നുള്ള വിഷമത്തിൽ ഈ നാട്ടിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ വിഷമിച്ചിരിക്കുമ്പോൾ അന്ന് രാത്രി തന്നെ കോതമംഗലത്ത് പരിപാടി അലങ്കോലമാക്കിയവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം അന്ന് രാത്രി തന്നെ, ഈ പ്രായത്തിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തിയും ഈ നേതാവ്, ആ രാത്രി തന്നെ പാർട്ടിയുടെ സമന്വിത നേതാക്കന്മാരുടെ അടുക്കൽ ചെന്ന് പാർട്ടി പ്രവർത്തനം നടത്താൻ എനിക്ക് അവസരം ഒരുക്കി തരുന്നില്ലെങ്കിൽ ഞാൻ ഈ സ്ഥാനത്ത് തുടരുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഒരു പരിധി വരെ ഈ മഴ മാറി കാർമേഘം പോയി ഈ അന്തരീക്ഷം തെളിഞ്ഞ് എല്ലിക്കുഴിയിൽ ഈ പതാക കെട്ടി യോഗം നടത്താൻ സാഹചര്യം ഒരുങ്ങിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ എറണാകുളം ജില്ലാ അധ്യക്ഷനായി അദ്ദേഹം ദീർഘകാലം തുടരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി, ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. പഞ്ചായത്ത് സെക്രട്ടറി വ്യാപം, മറ്റു സുഹൃത്തുക്കളെ സ്വാമി, ഈ സമയം വൈകിയതുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗിക്കാൻ മാറിയത്. നമ്മൾ ബഹുമാനായ സുഹൃത്തുക്കൾ എല്ലാവരും ഒരുപാട് വിശദമായി സംസാരിക്കും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വേണ്ടി ഒഴിവാക്കുകയാണ്. എന്നാലും ഷംസുവിൻ്റെ ഈ പ്രവർത്തന ശൈലി, ഞാൻ ഈ കോതമംഗലം യോഗത്തിൽ കഴിഞ്ഞ 10-40 വർഷമായിട്ട് പല കൺവെൻഷനുകളാണ്. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് 1% കുറവില്ലാത്ത രീതിയിലുള്ള ഒരു പ്രകാശനമാണ് ഇന്നുവരെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അദ്ദേഹത്തിന് പ്രത്യേകമായ വികാരം കമ്മിറ്റി സംഘടിപ്പിച്ച ഈ യോഗത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വിനീതമായ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി. മുഖ്യ പ്രഭാഷകനെ ക്ഷണിക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഓരോ മുസ്ലിം ലീഗ് പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ
വേദിയിൽ ഇരിപ്പുണ്ട്. അതിൽ മുസ്ലിം ലീഗിൻ്റെ താലൂക്ക് ട്രഷറർ വരെയാണ് ഞാൻ ആ തിരക്കിനിടയിൽ പറഞ്ഞത്. മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ CM മീരാൻ സാഹിബ്, നാസർ അൻവരി, KM ജമാൽ കുമ്പശ്ശേരി, CV സൈനുദ്ദീൻ, ഷാജഹാൻ കോട്ടപ്പടി, മുസ്ലിം ലീഗിൻ്റെ നെല്ലിക്കുഴി പഞ്ചായത്ത് ട്രഷറർ KM മൊയ്തീൻ സാഹിബ്, പഞ്ചായത്ത് സഹഭാരവാഹികളായ PM ഷമീർ, ലത്തീഫ് ഇടപ്പാറ, യൂത്ത് ലീഗ് നെല്ലിക്കുഴി യൂത്ത് ലീഗിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി അലി അട്ടിമ, MSF ജില്ലാ പ്രസിഡന്റ് റമീസ്, നമ്മുടെ വിട്ടുപോയി ഒരാളുടെ പേര്, പ്രവാസി ലീഗിന്റെ സംസ്ഥാന ഭാരവാഹി കൂടിയായ നമ്മുടെ നാട്ടുകാരനായ OK അലിയാർ സാഹിബ്, യൂത്ത് ലീഗിന്റെ നെല്ലിക്കുഴി പഞ്ചായത്ത് ട്രഷറർ മക്കാർ സാഹിബ്, കവളനാട് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ബഷീർ സാഹിബ്, മുസ്ലിം ലീഗിന്റെ നിയോജകമണ്ഡലം കൗൺസിൽ അംഗങ്ങൾ ധാരാളം പേരുടെ പേരെടുത്താൽ നിങ്ങളുടെ ക്ഷമ കെടും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എന്നോട് ക്ഷമിക്കണം. പഞ്ചായത്ത് കൗൺസിൽ അംഗങ്ങളുണ്ട്, യൂത്ത് ലീഗിന്റെ മറ്റു ഭാരവാഹികളുണ്ട്, അതുപോലെ മുസ്ലിം ലീഗിന്റെ നെല്ലിക്കുഴി പഞ്ചായത്ത് സഹഭാരവാഹി റഫീഖ്, അങ്ങനെ നിരവധിയായ നേതാക്കന്മാർ വേദിയിൽ സദസ്യമായിട്ടുണ്ട്. ഞാൻ പേര് വിട്ടുപോയവരെന്നോട് ക്ഷമിക്കണം. പ്രവർത്തകരെ നശിപ്പിക്കുക എന്നുള്ളത് വലിയ തെറ്റാണെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ നമ്മുടെ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം ഏറ്റ് കൃത്യസമയത്ത് എന്ന് പറയുമ്പോൾ ഞാൻ വരുന്നതിന് മുമ്പേ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഈ മണ്ഡലം നിരീക്ഷകനായി ഒരുപാട് പ്രാവശ്യം നിരവധി തവണ ഈ പാർട്ടിയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ പാർട്ടിയിൽ അവരെ ഈ പാർട്ടിയിൽ യോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി എനിക്ക് നേരിട്ട് അറിവുള്ള കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ 7 മാസക്കാലമായി സംസ്ഥാന കമ്മിറ്റി ചുമതലപ്പെടുത്തിയതനുസരിച്ച് നിരവധി തവണ അദ്ദേഹത്തിന്റെ മറ്റു ഉപജീവന എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പാർട്ടിയുടെ നന്മ മാത്രം കാക്ഷിച്ചുകൊണ്ട് കോതമംഗലത്തെ എല്ലാ ആളുകളുടെയും അവര് ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ചില സമയത്ത് അവർ സുഖിതരാകും, ദേഷ്യപ്പെടും, പല രീതിയിലുള്ള പ്രകോപനം സൃഷ്ടിക്കാനെല്ലാം ശ്രമിച്ചപ്പോഴും പാർട്ടിയുടെ നന്മ മാത്രം കാക്ഷിച്ചുകൊണ്ട് അദ്ദേഹം നിരവധി തവണ മുസ്ലിം ലീഗിന്റെ കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വന്ന് ചർച്ചയ്ക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തെ പല പ്രാവശ്യം അവർ കളിയാക്കി മടക്കി അയച്ചു. അള്ളാഹു അവരോട് കാലം ചില സത്യങ്ങൾ തെളിയിച്ചു കൊടുത്തു. അദ്ദേഹം ഇവിടെ കിട്ടിയ റിപ്പോർട്ടുകൾ സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പാകെ വെച്ചത് കൊണ്ടാണ് കമ്മിറ്റി ഇവിടെ മുസ്ലിം ലീഗിന് പ്രവർത്തിക്കാൻ അവസരം തന്നത്. അദ്ദേഹത്തോട് മുസ്ലിം ലീഗ് നെല്ലിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റി കടപ്പെട്ടിരിക്കുന്നു. ആ വിവരം കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഈ കൺവെൻഷൻ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി സുബൈർ കോണപ്പള്ളി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.